10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കേരളത്തിൽ UDF സർക്കാർ അധികാരമേൽക്കാനുള്ള നടപടികൾ അതിവേഗം പൂർത്തിയാക്കുകയാണ്. വരുന്ന തിങ്കളാഴ്ച VD സതീശന്റെ നേതൃത്വത്തിലുള്ള പൂർണ്ണ മന്ത്രിസഭ അധികാരമേൽക്കുമോ എന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുന്ന കോൺഗ്രസ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. പുതിയ സർക്കാർ രൂപീകരണത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിസ്ഥാനങ്ങളാണ് ലഭിക്കുക. ഇതിനു പുറമെ നിയമസഭയെ നിയന്ത്രിക്കാനുള്ള സുപ്രധാനമായ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികളും കോൺഗ്രസ് തന്നെ കൈകാര്യം ചെയ്യും. മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തരം, വിജിലൻസ്, വൈദ്യുതി, ഗതാഗതം, റവന്യൂ, ആരോഗ്യം, ടൂറിസം, ഗ്രാമവികസനം, സഹകരണം, എക്സൈസ്, വനം പരിസ്ഥിതി തുടങ്ങിയ പ്രധാന വകുപ്പുകളിൽ ചിലത് ഇത്തവണ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയേക്കും. മുന്നണിയിലെ ഐക്യം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ മാറ്റം ധനവകുപ്പിലായിരിക്കും. മുൻപ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന സുപ്രധാന ധനവകുപ്പ് ഇത്തവണ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നേരിട്ട് നിയന്ത്രണം കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല നിലപാടിൽ വലിയ അയവ് വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പുറമെ മുതിർന്ന നേതാക്കളായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ എന്നിവരും മന്ത്രിസഭയിൽ ഉണ്ടാകും. മന്ത്രിസഭയിൽ സ്ഥാനമുറപ്പുള്ള മറ്റൊരു മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എന്നാൽ ഭരണപരിചയമുള്ള അദ്ദേഹത്തെ സഭ നിയന്ത്രിക്കാൻ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. 102 സീറ്റുകളിൽ വൻ ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് യോഗ്യമായ നേതാക്കളിൽ നിന്ന് 11 പേരെ മന്ത്രിസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക എന്നതാണ്. പരിചയസമ്പത്തും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന യുവത്വവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ അണിയറയിൽ തയ്യാറാകുന്നത്. മന്ത്രിസഭയ്ക്ക് രാഷ്ട്രീയമായ കരുത്തു നൽകാൻ പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കൾ മുൻനിരയിലുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ശേഷം നിലപാടിൽ അയവ് വരുത്തിയ ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും സുപ്രധാനമായ വകുപ്പ് തന്നെ നൽകേണ്ടി വരും. മറ്റ് മുതിർന്ന നേതാക്കളുടെ കാര്യം നോക്കിയാൽ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് സണ്ണി ജോസഫ്, വടകരയിൽ നിന്ന് സഭയിലെത്തിയ കെ മുരളീധരൻ എന്നിവരുടെ പേരുകൾ പട്ടികയിൽ ഉറപ്പാണ്. മന്ത്രിസഭയിലെ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തവണ കോൺഗ്രസ് പട്ടികയിലെ ഏറ്റവും വലിയ പ്രത്യേകത യുവാക്കൾക്ക് ലഭിക്കുന്ന മുൻഗണനയാണ്. ഒട്ടനവധി യുവ നേതാക്കളുടെ പേരുകളാണ് ചർച്ചയിൽ സജീവമായി നിൽക്കുന്നത്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മുൻ MP അനിൽകുമാർ അല്ലെങ്കിൽ VP എന്നിവരിൽ ഒരാൾക്ക് മന്ത്രി പദവി ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനങ്ങൾ നൽകാനാണ് തീരുമാനം. മുൻ ഉമ്മൻചാണ്ടി സർക്കാരിൽ ലഭിച്ച വിദ്യാഭ്യാസം, വ്യവസായം, IT, പൊതുമരാമത്ത്, നഗരവികസനം, ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ തന്നെയാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ലീഗിന്റെ മന്ത്രിമാരായി PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ എന്നിവർ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ബാക്കി 2 സ്ഥാനങ്ങളിലേക്ക് KM ഷാജി, KM അഷ്റഫ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ദൂർത്തൊഴിവാക്കിക്കൊണ്ടുള്ള മാതൃകാപരമായ ഭരണശൈലി VD സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തന്റെ യാത്രകൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് അദ്ദേഹം DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വെട്ടിച്ചുരുക്കിയ സതീശന്റെ തീരുമാനത്തെ ജനകീയ മന്ത്രിസഭയുടെ നല്ല തുടക്കമെന്ന് ചാണ്ടിയുമ്മൻ MLA വിശേഷിപ്പിച്ചു. മന്ത്രിസഭയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് വൻ തുക ചെലവഴിച്ച് മോടി പിടിപ്പിക്കേണ്ടതില്ലെന്നും അത്യാവശ്യം അറ്റകുറ്റപ്പണികൾ മാത്രം മതിയെന്നും അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ തിങ്കളാഴ്ച കേരളത്തിൽ പുതിയൊരു ജനകീയ സർക്കാർ യാഥാർത്ഥ്യമാവുകയാണ്. ആഡംബരങ്ങളും ദൂർത്തുമില്ലാത്ത ഒരു പുതിയ ഭരണ സംവിധാനത്തിനാണ് VD സതീശൻ തുടക്കമിടുന്നത്. വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്ന മന്ത്രിമാരുടെ അന്തിമ പട്ടികയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.